ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ പ്ലേയിങ് 11 റംഷാദ് വെൽക്കം ബാക്ക്. സോ ഹായ്. നമ്മൾ ഇനി അടുത്ത ടീം നോക്കാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് CSK. തലയുടെ ടീം അല്ലേ? തലയുടെ ടീം. തല എല്ലാ വർഷവും ഇത് ലാസ്റ്റ് വർഷമാണോ ഫാൻസ് ചോദിക്കും. തല ഒന്നും യെസ്. പറയാതെ തിരിച്ചു പോകും. അടുത്ത വർഷം ഞാൻ വരും. അടുത്ത പിന്നെ വരും. കപ്പുമായിട്ട് ഒരുമിക്കാൻ വീണ്ടും തല വരുന്നു. IPL ഏറ്റവും കൺസിസ്റ്റന്റ് ടീം. അതെ, ഒരു സംശയമില്ല അതിന്. സോ സംശയമില്ല. ചെന്നൈ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ഓപ്ഷനിലും റിട്ടേൺസിലും എല്ലാം കളിച്ചത്. കാരണം അവർക്ക് ധോണിയെ 4 കോടിക്ക് കിട്ടി. ജഡേജ അവർ കിട്ടി. റിട്ടേൺ ചെയ്തു. ഓഫ് കോഴ്സ് അവരുടെ ഋതുരാജ് ഗായിക്കവാദ് അവരുടെ ക്യാപ്റ്റനെ റിട്ടേൺ ചെയ്തു. പത്തിരാനെ റിട്ടേൺ ചെയ്തു. ദെൻ ഒരു റൈറ്റ് ടു മാച്ച് അവർ കീപ്പ് ചെയ്തിട്ടാണ് അവർ ഓപ്ഷനിലോട്ട് പോയത്. സോ അതുപോലെ തന്നെ അശ്വിൻ വർഷങ്ങൾക്ക് ശേഷം 10 വർഷമായി തോന്നുന്നു. അശ്വിൻ തിരിച്ചു വന്നു. 10 വർഷമായി തോന്നുന്നു എനിക്ക് ഓൾമോസ്റ്റ്. അശ്വിന്റെ ഒരു അണ്ണാട് കംബാക്ക്, ചെപ്പോക്കിലോട്ട് അണ്ണന്റെ കംബാക്ക്. സോ അതെല്ലാം നല്ല ഒരുപാട് comeback. കാര്യങ്ങളുണ്ട് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് തോന്നുന്നു നല്ലൊരു സ്ക്വാഡിനെ അവർ ഓപ്ഷനിൽ ബിൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. സോ ഒരു സ്ക്വാഡ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ബാറ്റേഴ്സ് ആൻഡ്രെ സിദ്ധാർത്ഥ്, രാഹുൽ ത്രിപാഠി, ഋതുരാജ് ഗായിക്കവാദ്, ഷെയ്ഖ് റഷീദ്. ബൗളേഴ്സ് ഗുർപ്രീത് സിംഗ്, കമലേഷ് നാഗർകോട്ടി, ഖലീൽ അഹമ്മദ്, മദീഷ പത്തിരാന, മുകേഷ് ചൗധരി, നഥാൻ എലീസ്, നൂർ അഹമ്മദ്, ശ്രേയസ് ഗോപാൽ. വിക്കറ്റ് കീപ്പേഴ്സ് ഡെവാൻ കോൺവേ, MS ധോണി, വിനീഷ് ബേദി. ഓൾറൗണ്ടേഴ്സ് അൻഷുൽ കംബോജ്, ദീപക് ഹൂഡ, ജെമി ഓവർട്ടൺ, രച്ചിൻ രവീന്ദ്ര, കൃഷ്ണ ഘോഷ്, രവിചന്ദ്രൻ അശ്വിൻ, രവീന്ദ്ര ജഡേജ, സാം കരൺ, ശിവൻ ദുബെ, വിജയ് ശങ്കർ. ഓൾറൗണ്ടേഴ്സിന്റെ ഒരു പട തന്നെ ഉണ്ട്. യെസ്. ഒരുപാട് IPL മത്സരമായാലും ഓപ്ഷനായാലും ചെന്നൈനെ വെട്ടിക്കാൻ കഴിയില്ല. ഒരു ബ്രില്യന്റ് പിക്സ് ആയിരുന്നു എല്ലാ പിക്സും. അതായത് ആ ഒരു സ്പോട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സിനെയാണ് അവര് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തവരെടുത്ത്. എനിക്ക് തോന്നുന്നു അതിന്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു ഇവനാണ് മെയിൻ എന്ന് തോന്നുന്നു. സ്റ്റീവൻ ഫ്ലെമിങ്ങിന്റെ കഴിവ് ഭയങ്കരാന്ന് തോന്നുന്നു. സ്റ്റീവൻ ഫ്ലെമിംഗ് ഉണ്ട്, ധോണിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ സിഇഒ ആൻഡ് മാനേജിംഗ് ഡയറക്ടേഴ്സ് അവരുടെ ഇൻഫ്ലുവൻസ് നല്ലോണം ഉണ്ട്. ഒരു നല്ലൊരു മാനേജ്മെന്റ് ആണ് അവരുടെ സൈഡ്. സോ നിങ്ങൾ ജയിച്ചോ തോറ്റോ ഓക്കെ. ഭയങ്കര ഞാൻ അശ്വിന്റെ ഇന്റർവ്യൂസിലും കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ തോറ്റാലും പ്രഷർ ചെയ്യാത്ത ഒരു ടീമാണ്. കാരണം ഓക്കെ തോറ്റു, അടുത്ത നോക്കാം, അല്ലെങ്കിൽ ഈ സീസൺ പോയാൽ കുഴപ്പമില്ല, അടുത്ത സീസൺ നോക്കാം. ആ ഒരു മെന്റാലിറ്റി ഉള്ള ടീമാണ്. അതെ, ആ ഒരു പീപ്പിൾ മാനേജ്മെന്റ് ഉള്ള ടീമാണ്. അവര് ആ പ്രഷർ കയറിയിട്ടില്ല, ലേലം വിളിയൊന്നുമില്ല. കറക്റ്റ് ആരാണ് വിളിക്കുന്നത് തോട്ട് പ്രോസസ് അവർക്ക് കറക്റ്റ് ഉണ്ട്. അതിനനുസരിച്ചാണ് ആൾക്കാർ അവരെ എടുക്കുന്നത്. സോ ഒരുപാട് പ്ലേയേഴ്സ് തിരിച്ചവര് ക്യാബിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അശ്വിൻ, സാം കരൺ, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സിനെ ഒരു വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ബ്രില്യൻ ബൈ ആയി തോന്നിയത് നൂർ അഹമ്മദ്. നൂർ അഹമ്മദിനെ ഒരു 10 കോടി വരെ പോയി എടുത്ത് കൊണ്ടുവന്നത് വെറുതെ അല്ല. ചെപ്പോക്കിൽ അശ്വിൻ, ജഡേജ, നൂർ അഹമ്മദ് 3 എനിക്ക് ഉറപ്പാണ് ചെപ്പോക്ക് ഇപ്രാവശ്യം ഒരു 7 കളിക്ക് കൊടുക്കാൻ പോകുന്ന പിച്ച് ഒരു 160, 170 പിച്ച്, ഒരു സ്ലോ പിച്ച് കൊടുക്കും. ഇട്ട് കുത്തിത്തിരിപ്പ് തന്നെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. സോ അത് ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള വയ്യായി പോയി. അതുപോലെ തന്നെ നമ്പർ 3 രഹാനയ്ക്ക് പകരം രാഹുൽ ത്രിപാഠിയെ വെച്ച് അവര് ഫില്ല് ചെയ്തു. ആരായിരിക്കും ഓപ്പൺ ചെയ്യാം? രച്ചിൻ രവീന്ദ്ര ഓർ കഴിഞ്ഞ 3 സീസണിലും കൺസിസ്റ്റന്റ് ആയ കോൺവേ. എനിക്ക് തോന്നുന്നു 1 ഡൗൺ ആയിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ കോൺവേ ഉണ്ടാവില്ലല്ലോ. കോൺവേ അല്ലെങ്കിൽ രജിൻ രവീന്ദ്ര ഉണ്ട്. ഇതിൽ കോൺവേ കളിക്ക് സാധ്യത കുറവാണ്. കാരണം രജിൻ രവീന്ദ്രൻ ആഡ് ചെയ്താൽ അവർക്ക് ഒരു സ്പിന്നിങ് ഓപ്ഷനും കൂടെ അവിടെ വരും. സ്പിന്നിങ് ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല തോന്നുന്നു എനിക്ക്. ബട്ട് എനിക്ക് തോന്നുന്നു കറണ്ട് ഫോം വെച്ചിട്ട് മേ ബി റച്ചിന് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ CSK ആയതുകൊണ്ട് അവരെടുത്ത ടീമിനെ അവർ കളിപ്പിക്കുന്ന ലെവലൊന്നും മാറ്റാത്തൊരു ടീമാണ്. സോ ഫോമൊക്കെ അവിടെ നിൽക്കട്ടെ, കോൺവേ നീ വന്ന് കളിക്കുന്നു പറയാനും ചാൻസ് ഉണ്ട്. പക്ഷേ ദേശീയ ടീമിൽ കളിക്കുന്നില്ലല്ലോ, ചാൻസ് ഇല്ലല്ലോ. രച്ചിൻ രവീന്ദ്രക്കാരനാണ് അവർക്ക് നാഷണൽ ടീമിൽ അവസരം ഇല്ലാത്തത്. സെയിം അവസ്ഥ തന്നെ ചെന്നൈയിൽ വരുമ്പോഴും നമുക്ക് കാണാം. കാരണം എനിക്ക് തോന്നുന്നു പ്ലേയിങ് 11 ഋതുരാജ് ഗായിക്കവാദ് ഓപ്പണിംഗ് വിത്ത് രച്ചിൻ രവീന്ദ്ര, ത്രിപാഠി നമ്പർ 3, സിക്സർ മണി,
Shivam Dubey at number 4. Number 5, 3D Shankar, Vijay Shankar. 3D Shankar. So 3D 6, Shankar. Sam Curran, 7, Jadeja, 8, Mahendra Singh Dhoni, 9, Ashwin, 10, Anshul Kamboj, 11, Noor Ahmed. പിന്നെ അവർ എലിസിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. മേ ബി അവർക്ക് സ്പിൻ സാംകറനുണ്ട്. സാംകാരനുണ്ട്. പത്തിരാന ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരും. സോ നൂർ അഹമ്മദ് ചെന്നൈയിൽ 7 കളി കളിക്കും, കൺഫേം ആണ്. പുറത്ത് കളിക്കുന്ന സമയത്ത് മേ ബി എല്ലിസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ബാംഗ്ലൂരിലോ അതുപോലെ കൊൽക്കത്ത ബാറ്റിംഗ് ഓൾറൗണ്ടറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സാംകാരൻ ഓഫ് കോഴ്സ് ഉണ്ട്. സാംകാരൻ നമ്പർ 6 കളിക്കുന്നുണ്ട്. ഇതിൽ എനിക്ക് ചേഞ്ചസ് നഥാൻ എലീസിനെ അവർ ബാക്കപ്പ് ആയിട്ട് എടുത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. നഥാൻ എലീസ് ഉണ്ട്. നഥാൻ എലീസ് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ, ഡൽഹി പോലത്തെ ഗ്രൗണ്ട്സിൽ പോകുന്ന സമയത്ത് നൂർ അഹമ്മദിന് പകരം നഥാൻ എലീസ് കളിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ 3 സ്പിന്നേഴ്സിന്റെ ആവശ്യമില്ല. ഓൾറെഡി ജഡേജ, അശ്വിൻ, അവരുടെ ബാറ്റിംഗ് നമ്പർ 10 വരെ ബാറ്റിംഗ് ഉണ്ട്. അൻഷുൽ കമ്പോജും കുറച്ച് ബാറ്റ് ചെയ്യാൻ സാധിക്കും. അശ്വിൻ നമ്പർ 9 വരുന്നത്. കഴിഞ്ഞ സീസണിൽ RRന് വേണ്ടി നമ്പർ 4 കളിച്ച പ്ലെയർ അശ്വിൻ. സോ അശ്വിൻ നമ്പർ 9 കളിക്കുന്നത്. അത്രയും ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട്. നമ്പർ 8 ധോണി. സോ എന്തെന്നെ വയസ്സായി എന്ന് പറഞ്ഞാലും വയസ്സായാലും അതെ, ആ ഒരു ഭയം ഉണ്ടാവും. അല്ലെ ഏത് ടീമിനും ഓരോ ഒരു ലാസ്റ്റ് ഓവറിൽ 20 റൺ എന്ന് പറഞ്ഞാലും ധോണിയാണെന്നുണ്ടെങ്കിൽ ഒരു ഭയം ഉണ്ടാവും. സോ ഒരു ഓൾമോസ്റ്റ് എന്താ പറയാ, ഒരു സെറ്റിൽഡ് 11 ആണ്. ഇൻ കേസ് ആ 11 ആണ് ഫസ്റ്റ് കളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 14 കളിയും അവരൊരു 11 ചേഞ്ചസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ല പ്ലേയേഴ്സ് ഉണ്ട്. കാരണം ജെമി ഓവർട്ടൺ അവർ എടുത്തു വെച്ചിട്ടുണ്ട്, നല്ലൊരു ഓൾറൗണ്ടർ. സാം കറന് കറക്റ്റ് ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് ആണ് ജെമി ഓവർട്ടൺ ഉള്ളത്. അതുപോലെ വിജയ് ശങ്കറിന് ദീപക് ഹൂഡ അവരുടെ ഒരു ബാക്കപ്പ് ആയിട്ടുണ്ട്. രജിൻ രവീന്ദ്രയ്ക്ക് കോൺവേ ഒരു നല്ലൊരു ബാക്കപ്പ് ആയിട്ടുണ്ട്. മുകേഷ് ചൗധരി നല്ലൊരു ബാക്കപ്പ് ആയിട്ടുണ്ട്. ഖലീൽ അഹമ്മദ് ഉണ്ട്. ഖലീൽ അഹമ്മദ് ഡൽഹിയിലെ സ്ട്രൈക്ക് ബൗളേഴ്സ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ. ഇത്തവണ ഖലീൽ അഹമ്മദിന് ചാൻസ് കിട്ടുമെന്നുള്ള അറിയില്ല. അൻഷുൽ കമ്പോജ് ഒരു ഖലീൽ അഹമ്മദ്, ഇവർ രണ്ടുപേരിൽ ആരും ഒരാൾ കളിക്കുന്ന ചാൻസ്. പിന്നെ ഇതിനകത്ത് ബോളർമാർക്ക് ഇപ്പം രജിൻ രവീന്ദ്ര, ശിവം ദുബൈ, 3D ശങ്കർ എല്ലാം ബോൾ ചെയ്യാൻ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ആണ്. അതെ, കഴിഞ്ഞ കുറച്ച് സീസണിൽ കുറച്ച് വിമർശനം ഉണ്ടായിരുന്നു. പേരിൽ മാത്രമേ ചെന്നൈ ഉള്ളൂ, ടീമിലെ തമിഴ്നാട് പ്ലേയേഴ്സ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. ആ പ്രശ്നങ്ങൾ അവർ മാറ്റിക്കൊടുത്തു. വിജയ് ശങ്കറിനെയും അശ്വിനെയും അവര് ടീമിലോട്ട് എടുത്തു. സോ മൊത്തത്തിൽ ഒരു സെറ്റിൽഡ് 11 ആണ്. മൊത്തത്തിൽ കാണുന്ന സമയത്ത് അവര് ബ്രില്യന്റ് ആയിട്ടൊരു 11 ആണ്. എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും അവരെ സംഭവിക്കുക? ഇതിനകത്ത് വീക്ക്നെസ് ഒന്നും കാണിക്കുന്നില്ല, വീക്ക് പോയിന്റ് എന്ന് പറയാനുള്ള ഇത് കാണിക്കുന്നില്ല. അതെ, എനിക്ക് ആകെ ഉള്ള ഒരു വീക്ക് പോയിന്റ് ആയി തോന്നുന്നത് പേസ് അറ്റാക്ക് മാത്രമാണ്. അവിടെ സ്പിന്ന് നോക്കുമ്പോ ഗണ്ണാണ്, ബട്ട് പേസിലോട്ട് വരുമ്പോ പഴയ പതിരാനല്ല. SA20 കുറച്ച് റണ്ണ് ലീക്ക് ചെയ്തു. അവളുടെ ആക്ഷനിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി സ്ട്രൈറ്റ് ആയിട്ടാണ്. പണ്ട് ഇത്രയും നിന്നാണ് ബോൾ റിലീസ് ചെയ്തത്, കുറച്ച് മേലൊക്കെ ആക്കിയിട്ടുണ്ട്. ബട്ട് ഇപ്പൊ വീണ്ടും ആ ഒരു പഴയ ആക്ഷനിൽ ബോൾ ആണ്, റിലീസ് പോയിന്റ് ആണ് നമ്മളിപ്പോ റീസെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കണ്ടത്. സോ പതിരാനയുടെ ഒരു ഫോം വളരെ ഡിപ്പെൻഡഡ് ആണ് ആ ടീമിന്റെ ഒരു പേസ് ബോളിംഗിൽ. കാരണം അൻഷുൽ കമ്പോജ് ഒരു ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയർ ആണ്. ബിഗ് ടാലന്റ് ആണ്, ബട്ട് ഒരു ഇൻഎക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഖലീൽ അഹമ്മദ് ആയിക്കോട്ടെ, ഒരു എത്രത്തോളം അവർ ഡെഡ്ലി ആയിട്ട് കൊണ്ടുപോകുന്ന അറിയില്ല. സോ അവരുടെ പേസ് അറ്റാക്ക് കുറച്ച് ഫ്രജൈല് പോലെ ഉണ്ട്. ഒരു മാച്ചപ്പ് എടുക്കാം. സ്പിന്ന് വെച്ച് മാനേജ് ചെയ്യാൻ പറയുന്ന സമയത്താണ് വേറെ പ്രശ്നമുള്ളത്. ഋതുരാജ് ഗായിക്വാദിന്റെ ക്യാപ്റ്റൻസിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ടതാണ്. ഋതുരാജ് സ്പിന്നേഴ്സിന് ബോൾ കൊടുക്കുന്നതിൽ വളരെ പിശുക്ക് കാട്ടിയ ക്യാപ്റ്റനായിരുന്നു. കാരണം ധോണിയുടെ ക്യാപ്റ്റൻസിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഗായിക്വാദ്. ധോണി ജയിച്ചുകൊണ്ടിരുന്നത് സ്പിന്നേഴ്സിനെ വെച്ചാണ്. സ്പിന്നേഴ്സ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹർഭജൻ സിംഗിനും, കാരണം ഹർഭജൻ സിംഗിന് 7 കളിയും മറ്റേ ചെപ്പുകൾ കളിപ്പിക്കും. പുറത്തു പോകുമ്പോൾ ഹർഭജൻ സിംഗിനെ പുറത്തിരുത്തും. കേദാർ ജാദവിനെ കൊണ്ട് ബോൾ ചെയ്യിപ്പിച്ച് കളികളി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ സ്പിന്നേഴ്സിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു മടി കാണിക്കുന്ന ഒരു ക്യാപ്റ്റൻസി ഋതുരാജ് ഗായിക്വാദിന്റെ സൈഡിൽ നിന്നുണ്ട്.
സോ ഋതുരാജിന്റെ ക്യാപ്റ്റൻസിയും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഈ പറഞ്ഞ പോലെ ഋതുരാജ് ഗായിക്കവാദിനും പോയിന്റ് പ്രൂവ് ചെയ്യാനുണ്ട്. തിരിച്ച് ഇന്ത്യൻ ടീമിലോട്ട് വരിക എന്നുള്ള അനായാസമല്ല. ഒരുപാട് പ്ലേയേഴ്സ് ക്യൂവിലുള്ളത്. സഞ്ജു സാംസൺ, ജയ്സ്വാൾ, ഗിൽ, ഇനിയിപ്പോ ഇഷാൻ കിഷൻ നമ്മൾ ആരും സംസാരിക്കുന്നേ ഇല്ല. ഇഷാൻ കിഷാൻ ആ ഒരു സൈഡിലുണ്ട്. SRH പറ്റിയ ടീമും പറ്റിയ ഗ്രൗണ്ടുമാണ് ഇഷാൻ കിഷന്. ഇഷാൻ കിഷൻ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ മറികടന്ന് ഋതുരാജ് ഗായിക്കവാദിന് വരണമെന്നുണ്ടെങ്കിൽ ഒരു 600 പ്ലസ് 650 പ്ലസ് റണ്ണ് സ്കോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചൊരു ഇന്ത്യൻ ടീമിലൂടെ തിരിച്ചു വരും നോക്കണ്ട. സോ പിന്നെ നമ്പർ 3 ഒരു പ്രശ്നമല്ലേ, രാഹുൽ ത്രിപാഠിയാണ് ഉള്ളത്. രാഹുൽ ത്രിപാഠി കഴിച്ച കുറച്ച് സീസണായിട്ട് അത്രയും മികച്ചൊരു പ്രകടനമല്ല ത്രിപാഠിയുടെ സൈഡിൽ നിന്നുള്ളത്. പക്ഷെ നമ്മൾ കണ്ടതാണ് ഔട്ട് ഓഫ് ഫോമിലുള്ള രഹാന വന്നിട്ട് എന്താണ് നമ്പർ 3 ചെയ്തു വെച്ചിട്ട് പോയതെന്നുള്ളത്. അതായത് ഔട്ട് ഓഫ് ഫോമിലുള്ള വാട്സൺ വന്ന് ചെന്നൈയിൽ എന്താണ് ചെയ്തു വെച്ചിട്ട് പോയി എന്നുള്ളത് കണ്ടാണ്. ഔട്ട് ഓഫ് ഫോമിൽ ശിവം ദുബെ വന്നിട്ട് ചെന്നൈയിൽ എന്താണ് ചെയ്തത് നമ്മൾ കണ്ടതാണ്. സോ ഔട്ട് ഓഫ് ഫോംസിലുള്ള പ്ലേയേഴ്സ് വന്ന് ഫോം ആവുക എന്നുള്ളത് ചെന്നൈയുടെ ഒരു ടെക്നിക്കാണ്. സോ ത്രിപാഠിക്ക് ഒരു ബ്രേക്ക് ത്രൂ സീസൺ ആയിരിക്കും അത്. അതെ, സംശയമില്ല. അപ്പം പക്ഷെ എന്നാലും അവരുടെ ഓപ്ഷൻ ഉണ്ട്. ത്രിപാഠി ഫോമിൽ അല്ലെങ്കിൽ അവർക്ക് 3D ശങ്കർ ചില കളിയിലൊക്കെ തേർഡ് ആയിട്ട് വന്ന് കളിച്ചിട്ടുണ്ട്. ആൻഡ് സാംകറിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത ടീമും CSK ആണ്. സാംകറിന്റെ ബാറ്റിംഗ് ആയിക്കോട്ടെ ബോളിംഗ് ആയിക്കോട്ടെ എപ്പോഴാണ് കൊടുക്കേണ്ടത് ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത ടീമും CSK ആണ്. സാംകറിനെയും ആ ഒരു നല്ലൊരു അഡീഷൻ ആണ് ടീമിനുള്ളത്. പിന്നെ ജഡേജ നമ്മൾ വിന്നിങ്സിൽ നമ്മൾ പറയില്ല ഇന്ത്യൻ ടീമിന്റെ, പക്ഷെ എല്ലാ വിജയത്തിലും ആളുടെ ഒരു കയ്യൊപ്പ് ഉണ്ടാവും. ഫീൽഡിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും ജഡേജ ആൻഡ് ധോണി അവരുടെ ഒരു ഡെത്ത് ബാറ്റിംഗും ഉണ്ടാവും. സോ ഈ ടീം മോർ സെറ്റിൽഡ് ആണ്. ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഫാസ്റ്റ് ബോളിംഗ്, പിന്നെ ഈ പറഞ്ഞ ത്രിപാഠിയുടെയും വിജയ് ശങ്കറിന്റെ ഒക്കെ കുറച്ച് ഫോമിലെ കൺസേണും എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കൺസേൺ ക്ലിയർ. എത്ര മാർക്ക് കൊടുക്കും? ഞാനൊരു 8 കൊടുക്കും. 8 10ൽ 8 കൊടുത്ത് ക്ലിയർലി അവരൊരു നമ്പർ 3, നമ്പർ 2, നമ്പർ 1 ടോപ്പ് 3 തന്നെ അവരുണ്ടാവും ഷുവറാണ്. കാരണം കഴിഞ്ഞ സീസണില് പ്ലേ ഓഫ് ഓൾമോസ്റ്റ് അവിടെ എത്തി. എന്നിട്ട് RCBനെ കൊണ്ട് ആ ഒരു തോൽവി ഏറ്റുവാങ്ങി, വലിയൊരു തോൽവി ഏറ്റുവാങ്ങി തിരിച്ച് പോയ ടീമാണ്. 5ാം സ്ഥാനത്തിലോട്ട് തള്ളപ്പെട്ട ടീമാണ്. സോ ടീമാണ് അവരുടെ സൈഡിൽ നിന്ന് ഫോം ഔട്ട് ആയി മാത്രം പുറത്തു വന്ന ടീം. അതെ, കാരണം ചെന്നൈനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴൊക്കെ അവർക്കൊരു ബാക്ക് ഫയർ ഉണ്ടായിട്ടുണ്ടോ അടുത്ത സീസണിൽ അവരൊന്ന് കപ്പടിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. കാരണം 2 കൊല്ലം ബാൻ കിട്ടി തിരിച്ചു വന്ന കൊല്ലം അവർ കപ്പടിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു 2021, 2022 ഏതിലോ ഒരു സീസണിൽ ഒരു 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. എന്നിട്ട് അടുത്ത സീസണിൽ അവർ കപ്പടിച്ചു. കഴിഞ്ഞ സീസണിൽ അതേപോലെ അവർ ഓൾമോസ്റ്റ് പ്ലേ ഓഫിൽ നിൽക്കുന്ന സമയത്ത് RCB അവരെ തള്ളി പ്ലേ ഓഫിലോട്ട് കയറി. ഒരു ഡ്രീം റണ്ണിൽ ഒരു പ്ലേ ഓഫിലോട്ട് കയറി ഇവര് നിരാശയോടെ മടങ്ങി. അപ്പൊ വീണ്ടും ഒരു കപ്പ് മടങ്ങുന്നുണ്ടോ ചെന്നൈക്ക്? ഓഫ്കോഴ്സ് കൺസിസ്റ്റന്റ് ടീമാണ്. നമുക്ക് എല്ലാ സീസണിലും നമുക്ക് പ്രതീക്ഷിക്കാം. ചെന്നൈ ക്യാപ്റ്റൻസിയുടെ മെടുക്കും കൂടി അതിൽ കാണിക്കണം. ധോണി മാറിയ ശേഷം എന്താണ് ഋതുരാജ് ചെയ്യുന്നത് നമുക്കുള്ളത് ഒരു ഫുൾ സീസണിൽ നമുക്ക് അറിയാൻ പറ്റും. സോ ചെന്നൈ യെസ് ഓൾമോസ്റ്റ് ഇൻ ടു ദ പ്ലേ ഓഫ്സ് ആണ് എനിക്ക് തോന്നുന്നത്. വേറെ കൺസേൺസ് ഒന്നും ഇല്ല. നല്ലൊരു സീസൺ തന്നെയാണ് ചെന്നൈക്കുള്ളത്. ചെന്നൈ പ്ലേയേഴ്സിനും അവർക്ക് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള സീസണാണ്. സോ നമുക്ക് അടുത്ത ടീമുമായിട്ട് വീണ്ടും നമ്മൾ കാണുന്നവരെ ഗുഡ് ബൈ. താങ്ക് യു റംഷാദ്.